ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി മാത്രം നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടില്ല. അപ്പം ഇത് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ടാസ്കുള്ള പരിപാടിയാണ്. അതിന്റെ സ്മെല്ല് മാത്രമല്ല പ്രശ്നം, നമ്മൾ കുറച്ച് ഓവറായിട്ട് തണുത്ത മീൻസ് നമ്മൾ ആ തണുപ്പ് വിട്ട് കഴിയുമ്പം അതിന്റെ ദശ ഇങ്ങനെ പൊളിഞ്ഞു വരും. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും മീൻ ഇങ്ങനെ വറുത്ത് കഴിയുമ്പം. അപ്പം നമ്മളൊരു മീഡിയം ഒരു ടെമ്പറേച്ചറിൽ നമുക്കത് ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം മത്തിയുടെ. പക്ഷേ ടേസ്റ്റ് ഒക്കെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. എന്നാലും നാട്ടിലത്തെ അത്ര ടേസ്റ്റ് വരില്ല ഈ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒപ്പിക്കാൻ വേണ്ടി പറ്റും. ഒപ്പിക്കാനല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് നമുക്ക് ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്ന എല്ലാം കാണിച്ചു തരാം. അപ്പം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതാണ് ഇവിടെ കിട്ടുന്ന മത്തി. ഇങ്ങനെ ഇരിക്കും, ഇതിൻ്റെ കോലം കണ്ടോ, ഇത് നല്ല ഫ്രീസായിട്ട് ഇരിക്കുകയാണ്. ഇത് നമ്മൾ പിന്നെ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പം ഇതാണ് ഇവിടുത്തെ മത്തി എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മത്തിയുടെ കോലം, ഇങ്ങനെ ഇരിക്കും ഫ്രീസായ. ഗൈസ്, നമുക്ക് ഇവനിനി കുളിപ്പിക്കാനിടാം. ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതിനെ മുക്കി വെച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടിക്കണ്ട, എന്നാലും ഞാൻ മുക്കി വെച്ച് നമുക്കിനി വെട്ടാം. അപ്പോൾ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറത്തൊട്ടിരിക്കുന്ന സാധനം നമുക്കിങ്ങനെ ചീന്തി എടുക്കണം. അപ്പോൾ ഞാനിത് നമ്മുടെ സിസേഴ്സ് വെച്ചിട്ടാണ് ചെയ്യണത്. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് അതിൻ്റെ വയറ്റിലുള്ള സാധനങ്ങളെല്ലാം കുത്തി പുറത്തിറക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ തല വെട്ടിയിട്ട് ഞാൻ അതിൻ്റെ വയറ്റിലാക്കി. പക്ഷേ വയറ്റിലെ സംഭവം എന്താണ്, നമ്മൾ നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് അത് പുറത്ത് വരാൻ വേണ്ടി. അതിൽ ഞാൻ കുറച്ച് മെനക്കിട്ടു, എന്നാലും ഓക്കെ ആയി. പിന്നെ പുറത്ത് കിട്ടി, അങ്ങനെ സെറ്റാക്കി. ഇപ്പോൾ നമ്മൾ മീനൊക്കെ വെട്ടി ഇത് കണ്ടോ, ഫുൾ വേസ്റ്റാണ്. ഇത്രയും വേസ്റ്റ് കിട്ടി നമുക്ക്. ഇനി നമുക്കിത് എല്ലാം ക്ലീൻ ആക്കിയിട്ട് മീനാക്കാം. അപ്പോൾ എണ്ണയിലിട്ട് വറുത്ത് വീഴുന്നതിന് മുമ്പ് നമുക്ക് ഒന്നും കൂടി ഇവനെ കുളിപ്പിക്കാം. നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ട്. അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കാം. ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇതെല്ലാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ആ പേസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളമാണ് ഞാനിവിടെ പ്രിഫർ ചെയ്തത്, എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ കുഴച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മീനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം മസാല. അപ്പം അടുത്ത് നമുക്ക് മീനിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചത് അത് കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ രണ്ടാമത് വീണ്ടും ഒഴിക്കേണ്ടി വന്നു. അപ്പം ഒരു ഭയങ്കര ലൂസായി പോകാൻ പാടില്ല മസാല. അത്യാവശ്യം എന്നാലും അത് ഒട്ടി പറ്റിയിരിക്കണ പോലെ അങ്ങിരിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് പിന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ അതിൻ്റെ വയറ്റിനകത്തൊക്കെ തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീനെ വരഞ്ഞിടാൻ വേണ്ടി ഇനി നമുക്ക് ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഇനി നമ്മളങ്ങ് തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോന്നായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാനങ്ങനെ മീൻ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഓവർ തീ പാടില്ല, തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഗ്യാസ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ട്. തണുപ്പിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അതൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇട്ടത്. പക്ഷേ എന്താ പൊടിഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ തിരിച്ചിട്ടപ്പം അത് പൊടിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അവസാന കോലമാണ്. ഞാനിപ്പോൾ ഇത് ഓഫാക്കി, ഫ്ലെയിം ഓഫാക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ മീനൊക്കെ വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ചോറും മീനും കൂടെ കഴിക്കാന്ന് വെച്ചാൽ അച്ചാറുണ്ട്, പക്ഷേ അച്ചാറിൻ്റെ ചാറ് മാത്രമേ ഉള്ളൂ, മറ്റേ കഷ്ണമില്ല. അപ്പം നമുക്ക് ചോറും നല്ല മത്തി വറുത്തതും കഴിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ആക്കിയത്. യെസ്, ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് ചോറ്. നല്ല മത്തിയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് പൊടിഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെല്ലാം കാണിച്ചു എങ്ങനെയാണ് മത്തിയാക്കിയെന്ന്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ടേസ്റ്റിനൊരു കുറവൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.